ഹലോ, എല്ലാവർക്കും ടെയിൽസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനൊരു ഓൺ വോയിസ് ചെയ്യുന്നേ. എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം കിട്ടാറില്ല. അച്ഛനും അമ്മയും നാട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഭയങ്കര ബോറടിയായി ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് എന്നാൽ പിന്നെ റയാനെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോവാം, പാർക്കിലേക്ക് ഒന്ന് പോവാം എന്നൊക്കെ വിചാരിച്ചത്. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഗ്രോസറീസും മേടിച്ച് പിന്നെ ചെറുതായി ഒന്ന് നടന്നിട്ട് വരാം എന്നൊരു പ്ലാനിലാട്ടോ പോയത്. ആൾക്ക് ഇങ്ങനെ ടാറ്റ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറ്റി കാർ സീറ്റിലിരുന്നു. കുറച്ച് നേരം കാർ സീറ്റിൽ ഇരിക്കത്തുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വയലൻ്റായി തുടങ്ങും. പക്ഷേ അവിടെ എത്തുന്നത് വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഓഫുള്ള സമയത്ത് എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണേ. ആഗ്രഹം മാത്രമല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തത് നടത്താറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് അങ്ങ് ഭയങ്കര മടുപ്പായി പോകും. നമ്മളിപ്പോൾ ദേ ഓൾമോസ്റ്റ് അവിടെ എത്തി. നമ്മുടെ തൊട്ടടുത്തുള്ള മോറിസൺസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ കാണുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കുറേ നാളായി, ഒരുപാട് സൈറ്റ്സിലുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര രസമാട്ടോ ഇത് കാണാനായിട്ട്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ പതുക്കെ ഒരു കാട്ടും എടുത്ത് അതിലേക്ക് റയാനെ ഇരുത്തി മെല്ലെ നമ്മൾ കടയുടെ ഉള്ളിലേക്ക് ചെന്നു കേട്ടോ. അപ്പം റയാനാണെങ്കിൽ നമ്മൾ ഈ കാട്ടിൽ ഇരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കലാട്ടോ അവളുടെ പണി. എന്നാലും കുറച്ച് നേരം ഇരിക്കുന്ന സമയം അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് എത്തിയതാണ്. അപ്പോൾ അതിനകത്ത് കയറി എൻട്രൻസിൽ തന്നെ നിറയെ പൂക്കളാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ. ഞാനൊന്നും മേടിച്ചില്ലെങ്കിൽ പോലും പൂക്കളുടെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാറ്റിൻ്റെയും പ്രൈസ് എല്ലാം ഒന്ന് നോക്കും, പക്ഷെ മേടിക്കത്തില്ല. ഞാനങ്ങനെ ഒന്ന് നോക്കി വന്നപ്പോഴാണ് കാണുന്നത് ഈ മോറിസൺസിൽ കുറേ നമ്മുടെ നാട്ടിലുള്ള പാവയ്ക്ക, അതേമാതിരി വെണ്ടയ്ക്ക, ഈ കപ്പ, മഞ്ഞൾ, ഇതൊന്നും ലാസ്റ്റ് ടൈം നമ്മൾ മോറിസൺസിൽ വന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഇന്ന് മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ അപ്പം നമ്മൾ കിച്ചണിലേക്കായിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കിച്ചൺ ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോഴത്തേനും റയാന് ട്രോളി ഉന്തണം എന്നായിരുന്നു. അപ്പം നമുക്ക് ഒരു ബ്ലെൻഡർ കിട്ടി. അപ്പം അതും കൂടി എടുത്ത് കുറച്ച് ഓട്സ് വേണമായിരുന്നു, കുറച്ച് എഗ്സ് വേണമായിരുന്നു, പിന്നെ മിൽക്ക് മേടിക്കണമായിരുന്നു. അങ്ങനെ അപ്പം നോക്കി വന്നപ്പോഴാണ് നമ്മുടെ മിൽക്കി ബാറ്. ഞാൻ എവിടെ ചെന്നാലും മേടിക്കുന്ന ഒരു സാധനം കേട്ടോ മിൽക്കി ബാർ. എൻ്റെ ഫേവറേറ്റ് ആണ്, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കുറേ ബുക്സിൻ്റെ ഏരിയ. ബുക്സ് ഞാൻ വായിക്കില്ലെങ്കിലും ജസ്റ്റ് ഞാൻ അതിൽ കൂടെ ഒന്ന് നമുക്കറിയുന്ന ഓതേഴ്സോ നമുക്കറിയുന്ന ബുക്സ് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പതുക്കെ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ്. ഈ പാർക്ക് ഭയങ്കര ഒരു വൈഡ് പാർക്കാണ്. ഈ പാർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാട്ടോ. കുറച്ച് നടക്കാനുള്ള റോഡല്ല, ഒരു പാത്തുണ്ട്. അതേമാതിരി കുറേ നേരം കളിക്കാനുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമുക്കവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം നല്ല കാറ്റും നല്ല ലൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 1 ഹവറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങളങ്ങനെ പോയത്. അപ്പം അത് മാത്രമല്ല, റയാനിങ്ങനെ ഈ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പാർക്കിലേക്ക് വരുമ്പം ഡോഗ്സിനെ കാണുമ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ട് ബൗ 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 എന്നൊക്കെ പറഞ്ഞ്, അപ്പം അവനൊരു ഒന്ന് റിഫ്രഷ്ഡ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ആൾക്ക് നടക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവനെയും കൊണ്ടൊന്ന് നടത്തിക്കും കൂടി വേണം. നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് സ്പേസ് ഇല്ല. അപ്പോൾ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നടത്താൻ വേണ്ടിയിട്ടും കൂടിയാട്ടോ ഞങ്ങൾ ഇന്ന് പോയത്. കുറച്ച് നേരം നടക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ആൾ ഇരിക്കും. അതാണ് സ്വഭാവം. പിന്നെ ഭയങ്കര മടിയാണ് നടക്കാൻ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഈവനിങ് ഒരു 5 o'clock 6 o'clock വരെ അവിടെ നല്ല ഒരു ഗോൾഡൻ ലൈറ്റും എല്ലാം കിട്ടി. അങ്ങനെ നല്ല നല്ല രസമായിരുന്നു അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത്. എക്കൽസിൽ ഫീൽഡ് പാർക്കാട്ടോ, ഞാൻ മറന്നുപോയി. ആ പാർക്കിലാണ് നമ്മളിപ്പോൾ വന്നത്. എനിവേ, നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് വീടെത്തി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും റയാന് ഭയങ്കര ഉറക്കമായി. ആൾ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് അങ്ങനെ അവന് പിന്നെ ഉറക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ ആയിരുന്നു പിന്നത്തെ പരിപാടി.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.